സമൂഹത്തിന് വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന കൊച്ചു സിനിമ. ഖത്തറിലെ കലാകാരന്മാർക്കിടയിൽ ഉൾത്തിരിഞ്ഞ ഒരു ഉൾക്കാഴ്ച. സിനിമയുടെ പേര് വേര്. വേരിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം കലാകാരന്മാർക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം, ചോദിച്ചറിയാം. സമൂഹത്തിന് വലിയ മെസ്സേജ് കൊടുക്കുന്ന ഒരു കൊച്ചു സിനിമ വേര്. വേരിന്റെ കഥ എഴുതിയിരിക്കുന്നത് റഫീഖ് നാദാപുരം. അപ്പോൾ നമുക്ക് റഫീഖാനോട് തന്നെ ചോദിക്കാം, എന്താണ് റഫീഖ് ആ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന വലിയ മെസ്സേജ്? നമ്മൾ ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ലഹരിക്കെതിരെയുള്ള ഒരു മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കുന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു മെസ്സേജ് അത് കഥയായി ആ കഥ സിനിമയിലേക്ക് എത്താനായിട്ട് സഹായിച്ചത് ഷാഹിദ് പുത്തനത്താണിയാണ്. അപ്പോൾ ഷാഹിദ് പുത്തനത്താണി എന്ന ഈ ഒരു സംവിധായകൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ സെലക്ട് ചെയ്തത്? ഇത് സിനിമ ആക്കാന്ന് പറഞ്ഞാൽ റഫീഖാണ് ഇത് ഷോർട്ട് ഫിലിമായിട്ട് ആദ്യം ബന്ധപ്പെട്ട്, പിന്നീട് സാധനം വെബ് സീരീസിലേക്ക് മാറി. പിന്നെ ഖത്തറിലുള്ള ആളുകളാണ് ഇവരൊക്കെ പാടെ കൂടി ചേർന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് ഇതിന് മുന്നേ 1-2 വർക്ക് റഫീഖ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഇവർ കുറേ ആൾക്കാർ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത് സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്, അങ്ങനെ ചെറിയ കഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് സിനിമ ആക്കാം. സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റ് പടമൊന്നുമില്ല, ടോട്ടൽ ബഡ്ജറ്റ് ഒരു 3 ലക്ഷം റുപ്യാണ്. ആ ലെവലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് ഷാഹിദ് പുത്തനത്താണി ഒരുപാട് വർക്കുകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ എടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ എന്തുകൊണ്ടാണ് റഫീഖ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥനെ സെലക്ട് ചെയ്യാനുള്ള കാര്യം? ഒരു സിനിമ എടുക്കാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള കുറേ കലാകാരന്മാരെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഫസ്റ്റ് ആളെന്ന് പറയുന്നത് ഡയറക്ടറായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു സിനിമയിൽ ഖത്തറിലെ വളരെ പുതിയതായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ള കുറച്ച് കലാകാരന്മാരാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു പുതിയ ആൾക്കാരെ എടുക്കാനുള്ള കാര്യം? ഖത്തറിലെ കലാകാരന്മാരെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ബാനർ, റിമേൽ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇവരൊക്കെ വലിയൊരു സ്ക്രീന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ റഫീഖ് എന്ന് പറഞ്ഞാൽ ഇവർ റഫീഖിൻ്റെ സുഹൃത്തുക്കളാണ്. അധികം റഫീഖിൻ്റെ സുഹൃത്തുക്കളും ഇവിടെയുള്ള ടിക്ടോക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതലെടുത്തിട്ടുള്ളത്. നാട്ടിൽ കുറേ കലാകാരന്മാരുണ്ട്. അങ്ങനെയാണിത് സെറ്റാക്കി വന്നിട്ടുള്ളത്. ഇത് എൻ്റെ മാത്രമായിട്ടുള്ള ചോദ്യമല്ല, സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലർക്കും, സമൂഹത്തിലുള്ള പലർക്കും ചോദിക്കാൻ തോന്നിയിട്ടുള്ള ചോദ്യമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ താരങ്ങളെ, മോശമായിട്ട് ഞാൻ ചിത്രീകരിക്കുന്നതല്ല ഒരിക്കലും അവരെ, പക്ഷേ അവരുടെ ചില റീൽസും അവരുടെ നിലപാടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇവരെന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലൈക്ക് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് റീച്ച് കൂടുതൽ കിട്ടാൻ പറ്റുന്ന ഒരു ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ചോദിച്ച് എന്തുകൊണ്ട് അവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല? അല്ല, സമൂഹം തീർച്ചയായിട്ടും അവർ മനുഷ്യരുമാണ്, കലാകാരന്മാരാണ്, എനിക്കത് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഈ ചോദ്യം എൻ്റെ ഭാഗത്തുള്ള ചോദ്യം മാത്രമല്ല, സമൂഹത്തിന് പലർക്കും ചോദിക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ പലർക്കും അത് അംഗീകരിക്കാൻ പറ്റാറില്ല. അവരുടെ റീൽസ് ആയാലും അവരുടെ ചിലപ്പോൾ ഉള്ള ഓരോ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാണിക്കൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അത് ഞാനിപ്പോൾ റീൽസ് ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കേണ്ടി വരും. ഇപ്പൊ അതിനുള്ള സാഹചര്യം സമയമല്ലാത്തതുകൊണ്ടും വേറാണ് നമുക്കിവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷെ ഇത് എന്റെ മാത്രം ഒരു ക്വസ്റ്റ്യൻ അല്ല ഞാൻ ചോദിക്കുന്നത്, സമൂഹത്തിന് പലർക്കുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ? അതെ, ജോലി ചെയ്യുന്നു, പൈസ കൊടുത്തിട്ടാണ്. അതെ, പിന്നെ 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഈ പെരേരായാലും പാർട്ട്ണറും ഇവരും വർക്ക് ചെയ്യുന്ന പൈസ കൊടുത്തിട്ടാണ്. തീർച്ചയായിട്ടും ജീവിതമാർഗ്ഗമാണല്ലോ. ഓക്കെ, അത് ഞാൻ അതിലൊന്നും ഇത് ഞാൻ കൽപ്പിക്കുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ട് തോന്നുന്ന പലതരത്തിലുള്ള റീൽസ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? അതെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ചിലർക്ക് അംഗീകരിക്കാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള റീൽസ് ചെയ്യുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, എൻ്റെ മാത്രമായിട്ടുള്ള ചോദ്യമല്ല, സമൂഹത്തിലെ പലർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ അവർ ഉൾപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് റീച്ച് കിട്ടാനാണോ? ഈ പറഞ്ഞ പെരേര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, രേണു 1 പടത്തിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ പെരേര സീരിയലുണ്ട്, മീനസ് കിച്ചൺ, അന്തര സീരിയലുണ്ട്. ഇതിപ്പോ അതുപോലുള്ള ചെറിയ പടമല്ലേ? തീർച്ചയായിട്ടും ചെറിയ പടം വലിയ പടം എന്നുള്ള ചോദ്യമല്ല ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്നത്. ചെറിയ പടമായാലും വലിയ പടമായാലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ആർട്ടിസ്റ്റ് ഇവരല്ലേ. സോഷ്യൽ മീഡിയ കുറച്ച് റീച്ചുള്ള ആളെ കൊണ്ടുവന്നാൽ ചർച്ചയൊക്കെ ഉണ്ടോ? അപ്പൊ അതായത് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ റീച്ച് കൂടുതൽ കിട്ടുന്ന ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉൾപ്പെടുത്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞു വരുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ടുള്ള കഥാകൃത്തിൻ്റെ കൂടെയും ഡയറക്ടറിൻ്റെ കൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമ്പം നിങ്ങൾ കുറച്ച് പേര് അതിലുണ്ട്. അപ്പോൾ നൗഫൽ, യൂസഫ് ക, അതുപോലെ തന്നെ ദിൽഷാദ്. അപ്പോൾ നിങ്ങൾ 3 പേരും ആക്ച്വലി ഇതിൻ്റെ ഒരു അഭിനയം എന്നുള്ള ആ ഒരു സെക്ഷനിലാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ എന്തൊക്കെയായിരുന്നു? നിങ്ങളുടെ ആ ഒരു അഭിനയ പരിചയം അല്ലെങ്കിൽ അഭിനയ സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഒന്ന് പറയാമോ? ക്യാരക്ടറിൻ്റെ നെയിം ഓൺ നെയിമിന് മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ഉള്ളത്. പിന്നെ നമ്മളെ ക്യാരക്ടർ അതൊക്കെ സസ്പെൻസ് ആണ്,
പിന്നെ ഇതിൽ ക്ലൈമാക്സിൽ ഒരുപാട് ട്വിസ്റ്റുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വന്നാൽ ഇതാവില്ല, പിന്നെ ക്ലൈമാക്സിലൊക്കെ വരുന്നത്. പിന്നെ അഭിനയത്തിന് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് ഡയറക്ടറിൻ്റെ ഒരു ഇതാണ്. ഞങ്ങൾക്ക് എത്ര ഷോട്ട് എടുത്തിരിക്കുന്ന ഓരോ ഇതിനു വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം, അത്രേ ഉള്ളൂ. ആദ്യമായിട്ടാണ് സ്ക്രീനിന്റെ മുന്നിലേക്ക് വരുന്നത്, ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. ആൽബത്തിലൊക്കെ ചെയ്യാന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ഫിലിമിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുവരെ പ്രൊഡ്യൂസർ നമ്മുടെ ഡയറക്ടറൊക്കെ അവരൊരു ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു അവസരം തന്നു. അത് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആയിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ സിനിമയിൽ എൻ്റെ റോള് പി എ ആയിട്ടാണ്, MLA പി എ ആയിട്ടാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഈ മയക്കുമരുന്ന് അടിമപ്പെടുന്നതിന് എന്ത് സംഗതിയും ആദ്യം എത്തിപ്പെടുക നമ്മളെ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തും MLA അടുത്തുമാണ്. അപ്പോൾ ആ MLA സെക്രട്ടറിയായിട്ട് ഒരു പോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഫസ്റ്റിലാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം പാട്ടെല്ലാം പാടുന്നല്ലാതെ സിനിമയായിട്ടുള്ള ഒരു ഫീൽഡിൽ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് റഫീഖിൻ്റെ ക്ഷണം സ്വീകരിച്ച് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി എല്ലാവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇനി ഫിലിം കണ്ടതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റൂ, വിലയിരുത്താൻ പറ്റൂ. ഞാൻ വേരിലെത്തിപ്പെടുന്നത് റഫീഖ് വഴിയാണ്. റഫീഖ് അപ്രതീക്ഷിതമായിട്ട് വിളിച്ചൊരു കോളിൽ അറ്റൻഡ് ചെയ്താൽ കിട്ടിയ റോളാണത്. അപ്പോൾ ആ റോള് നന്നായി ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറിലെ മറ്റൊരു ക്യാരക്ടറാണ് മെഹ്റാൻ്റെ. അപ്പോൾ മെഹ്റാൻ ആക്ച്വലി ഈ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ ജോലി ചെയ്യുന്ന ആളായിരിക്കും. അതെനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ മെഹ്റാൻ അതിന് ഉത്തരം പറയണം. ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സമയം കണ്ടെത്തിയത്? വേറെ എന്ന ഈ ഫിലിമിൽ ഞാൻ എത്തിപ്പെടുന്നത് എൻ്റെ സുഹൃത്തായ റഫീഖ്, അതേപോലെ ഡയറക്ടർ മുഖാന്തരം, രണ്ടാളും എൻ്റെ ഫ്രണ്ട്സാണ്. ഇതിൽ ഞങ്ങൾ എത്തുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്യൂട്ടിയിൽ ഇത് എഫക്റ്റ് ചെയ്യില്ല. ഞങ്ങൾ രാത്രിയിലാണ് തോന്നി ഇത് ഷൂട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഫ്രൈഡേയിൽ ഓഫാണ്. ആ ഫ്രൈഡേയിലൊക്കെയാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തത്. മാക്സിമം ഡ്യൂട്ടി ആയിട്ടൊന്നും എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലാത്ത ടൈമിങ്ങിലാണ് നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്തത്. നർത്തകിയായിട്ടുള്ള റെമി, ഒരുപാട് പാഷൻ്റെ പുറകെ പോകുന്ന റെമി. അപ്പോൾ എങ്ങനെയാണ് റെമിക്ക് ഈ വേരിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്? വേരിലെ ആ ഒരു അനുഭവം എന്തായിരുന്നു? അപ്പോൾ എൻ്റെ റോൾ ഈ മൂവിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വൺ ഓഫ് ദ ഫ്രണ്ടിൻ്റെ റോളാണ് ഞാൻ ചെയ്തത്. സോ ബാംഗ്ലൂർ പോകുന്നതാണ് ഞാൻ പഠിക്കാൻ വേണ്ടി. സോ പഠിപ്പ് ഇല്ലാണ്ട് അതിന് സൈഡായിട്ട് ഞാൻ വേറെ ഒരു നേച്ചറാണ് എൻ്റെ അകത്തേക്ക് ഞാൻ എടുക്കുന്നത്, വിച്ച് എനിക്കൊരു അഡിക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആണ് ഇത്. മൈ ക്യാരക്ടർ ഇസ് അത് സസ്പെൻസ് ആയിട്ട് വെക്കണം. ഐ കാൻ സേ ദ എൻറ്റയർ തിങ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തതാണ്. പിന്നെ ഇത് എൻ്റെ ഒരു പാഷനാണ്. ബാംഗ്ലൂർ ഉണ്ടായപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓൺ ക്യാമറ ചെയ്തിട്ടുണ്ട്, ഐ വാസ് ബാക്ക് ക്യാമറ ചെയ്തതാണ്. പക്ഷെ ഫസ്റ്റ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഫ്രണ്ട് ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. ഐ ഫീൽ ഇതൊരു ഡ്രീം കം ട്രൂ ആണെന്ന് പറയാം. മോർ മൂവീസ് ടു കം അഹെഡ്. സോ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ ജോലി ചെയ്തത്. അപ്പോൾ നമ്മൾ വേറെ ഒരു പ്രോജക്റ്റ് ആയിട്ടോ ഇല്ല വേറെ ഒരു ടീമിനായിട്ടോ ഒന്നും ഒരു പേടി ഇല്ലാണ്ട് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് വി ക്യാൻ ജസ്റ്റ് വർക്ക് വിത്ത് ദം. ആൻഡ് ഷൂട്ടിങ് ചില സമയത്തൊക്കെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് റഫീഖ ഹാഡ് കം ടു പിക്ക് മീ അപ്പ് ലൈക്ക് 11:30 ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ രാത്രി എൻറ്റയർ നൈറ്റ് നമ്മളൊക്കെ മൂവി ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഒരു പേടി ഇല്ലാണ്ട് നമ്മൾ ചെയ്തതാണ് ഇത്. കാരണം ചില സമയത്ത് നമുക്ക് അസിസ്റ്റൻറ്റ് വേണം, ചില സമയത്ത് നമ്മളെ കൂടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരെ ഞാൻ കണ്ണുമൂടി വിശ്വസിക്കാം. I have a very good experience with them and more movies to come ahead. Wishing all the best. You work with a very good team, right? Yeah. Okay. Anyway, thank you. Very good team, right? Okay. അപ്പോൾ ഇവിടെ കിട്ടാം. ബാനു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ബാനുവിൻ്റെ ഈ ഒരു മൂവിയിലത്തെ ക്യാരക്ടർ എന്താണ്, ആ എക്സ്പീരിയൻസ് എന്താണ് ഒന്ന് പറയാമോ? ഞാൻ ഈ മൂവിയിലേക്ക് വന്നത് നമ്മുടെ റഫീഖ് ഇതിൽ ത്രൂ ആണ്. അപ്പം ഇതിലെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസറുടെ വൈഫായിട്ടാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ റഫീഖിനെ വിളിച്ച സമയത്ത് ഓന് ഭ്രാന്തായതാണോ എനിക്ക് ഭ്രാന്തായതോന്ന് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്നൊന്നും അറിഞ്ഞില്ല. പക്ഷെ വന്ന് നോക്കിയപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഒരുപാട് കാലം മുന്നേ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും വന്നതല്ല. ജസ്റ്റ് വന്നൊന്ന് അഭിനയിക്കണം എന്നുള്ള ഇതിലാണ്. പക്ഷെ വന്നപ്പം ഒരുപാട് ഇഷ്ടമായി. അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ഇതാണെന്നോ അല്ലെങ്കിൽ ഒരു അഭിനയിക്കുന്ന ആ ഒരു ഇതൊന്നും തോന്നിയില്ല. നമ്മൾ ജീവിക്കുന്നത് പോലെയാണ് തോന്നിയത്. എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു റോളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കഥയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഥ. ബാനു പല സിനിമകളും അല്ലെങ്കിൽ പല സീരിയൽസിനും പല ലൊക്കേഷനിലും ചെല്ലുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മുടെ ആ കഥയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വേരിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഈ ഒരു കഥയൊക്കെ കൃത്യമായിട്ട് കഥാകൃത്തും ഡയറക്ടറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? നമ്മൾക്ക് ആദ്യം ഇതിനെക്കുറിച്ചൊരു ധാരണ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറേ മാറ്റങ്ങൾ, അത് ഇത് അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലാണ്ട് വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മാറ്റങ്ങളില്ലേ, മാറ്റങ്ങളെല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു. ആ സ്പോട്ടിൽ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത് അല്ല, സോഷ്യൽ മീഡിയ കാണാൻ വായിക്കല്ലോ അവള്. ക്യാമറക്ക് മുന്നിലൂടെ നല്ല ഇതാണ്, ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ തനി നിറം കാണാം. റമി, ഇപ്പോൾ ഈ ഒരു മൂവിയിൽ അഭിനയിച്ച സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് അഭിനയിക്കണോ, ഇതെങ്ങനെ പറയണം, പറഞ്ഞാൽ ആൾക്കാർ ഇതെങ്ങനെ ചിന്തിക്കുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടായിരുന്നോ? അത് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ എന്താ പറയുക, ക്യാമറ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഇതൊരു ആക്ടിങ് ആണ്, നത്തിങ് ആസ് എ റിയാലിറ്റി. പക്ഷെ നമ്മൾ റിയൽ ആയിട്ട് നടന്ന ഒരു സ്റ്റോറി നമ്മൾ റിയാലിറ്റി ആയിട്ട് ആക്ടിങ് ചെയ്തിട്ടാണ് വി ഹാവ് ടു റീച്ച് ടു ദ പീപ്പിൾ. അതാണ് ഞാനത് എടുത്തിട്ടുണ്ടെന്നില്ലാണ്ട് ഒരു കഷ്ടമായിട്ടോ അങ്ങനെയായിട്ടോ ഞാൻ ഇട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ ഒരു വേറെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഹി വാസ് ഫീലിംഗ് ഓഡ് ടു ആക്ട് വിത്ത് മീ. പക്ഷെ ഞാൻ പിന്നെയും പറഞ്ഞില്ല, ഇത് നമ്മളൊരു ആക്ടിങ് ചെയ്യുന്നതാണ്, ഇറ്റ് ഇസ് ജസ്റ്റ് ആൻ ആക്ട്, എ പാർട്ട് ഓഫ് യുവർ എന്റർടൈൻമെന്റ്, ദാറ്റ്സ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ഒറിജിനാലിറ്റി. സോ ഇറ്റ്സ് ഓക്കെ, യു ആർ ജസ്റ്റ് ഡൂയിങ് ആൻ ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. അപ്പോൾ ക്യാമറ നിങ്ങൾ ഫ്രണ്ട് ആയിട്ട് നോക്കുക, നിങ്ങളത് ആക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? അല്ല, അപ്പോൾ അത് ആക്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഇത് ആക്ടിങ് ആണ്, എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ പാഷനാണെന്ന് മാത്രമാണ് ചിന്തിച്ചേക്കുന്നത്, അതോ ഇതിലൂടെ എനിക്കൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നതാണ് ചിന്തിച്ചേക്കുന്നത്? ഓഫ് കോഴ്സ്, ബിക്കോസ് നമ്മളൊരു ഐ എം എ ഡാൻസ് കൊറിയോഗ്രാഫർ. അപ്പം നമുക്ക് ഈ എക്സ്പ്രഷൻ ആൻഡ് എക്സ്പ്രസീവ് അതൊക്കെ വരുമ്പോൾ ഒരു ദാറ്റ്സ് കൈൻഡ് ഓഫ് എ പാഷൻ ഓൺലി. അപ്പോൾ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ചെയ്യുന്ന സമയത്ത് അതൊരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ വാട്ട് ഡിഡ് യു ആസ്ക് മീ അഗൈൻ, ദ ലാസ്റ്റ് വൺ? അത് സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? പിന്നെ ഓഫ് കോഴ്സ് അതൊരു മെസ്സേജ് ആയിട്ട് ആൾക്കാരുടെ ഇവിടെ ഒന്ന് റീച്ച് ആവണം. അപ്പൊ അത് റീച്ച് ആവണമെങ്കിൽ നമ്മൾ ഒരു ഒറിജിനാലിറ്റി ചെയ്യണം. അങ്ങനെയാണ് പീപ്പിൾ വിൽ ഗെറ്റ് കണക്റ്റഡ് ടു ഇറ്റ്. നമ്മൾ വെറുതെ ഒരു ആക്ടിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട്. നമുക്കൊരു റിയാലിറ്റി ആയിട്ട് ഒന്ന് ആക്ടിങ് ചെയ്താലേ ദ മെസ്സേജ് വിൽ റീച്ച് അപ്പ് ടു ദ പീപ്പിൾ. അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് തിങ്ക് എനിത്തിങ് റോങ് ഓൺ ദിസ്. കാരണം I can understand from the director point of view what he wants to say as a message to the people. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ ചോദിക്കണം, ആസ് എ ഡാൻസർ ഞാൻ ചോദിക്കുന്നതാണ്, ഡാൻസർ ആയതുകൊണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ മൂവിയിലേക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡാൻസർ ആയതുകൊണ്ട് ഒരു ആക്ടിങ്ങിലേക്ക് വന്നപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? കാരണം നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ഇത് പഠിക്കുമ്പോൾ നമുക്ക് നവരസങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. അപ്പോ ചില സമയത്ത് എന്റെ സ്റ്റുഡൻസിന് ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കും. സോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഐ ഹാവ് ഇറ്റ് മോർ. ആൻഡ് മോർ ഓവർ ഇത്രയോ ഞാൻ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ക്യാമറ മുമ്പിൽ വരുമ്പോൾ എനിക്ക് അത്ര പേടിയില്ല. ഐ ക്യാൻ ഫേസ് ഇറ്റ് ഔട്ട്. അതൊരു മേ ബി ദാറ്റ്സ് വൺ പ്ലസ് പോയിന്റ് വേർ ഐ എം നോട്ട് സ്കെയർഡ് ഇൻ ഫ്രണ്ട് ഓഫ് സ്റ്റേജ്. എത്ര ആൾക്കാരുണ്ട് മുമ്പിലും ഐ ക്യാൻ ഡാൻസ്. എത്ര വലിയ സ്റ്റേജ് സോളോ പെർഫോമൻസ് ഓൾസോ ഐ ക്യാൻ ഡു ഇറ്റ്. Then as you asked for the expression wise, because I'm into the classical and നവരസല പഠിച്ചത് കൊണ്ട് it's been helped me a lot. ബിജുക്ക, നമ്മൾ ഈ കാട്ടിലെ കിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കാട്ടിലെ ബിജു എന്നൊരു പേരാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആക്ച്വലി കാട്ടിലെ സിനിമയല്ല, നാട്ടിലെ സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാട്ടിലെ ബിജു എന്നൊരു പേര് വരാൻ കാരണം? കാട്ടിലെ ബിജു എന്ന് പറഞ്ഞത് ഒരു ക്യാരക്ടറിൻ്റെ പേരാണ്. രേണു സുധിയുടെ ഹസ്ബൻഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ റോള്. ഈ കാട്ടിലെ ബിജു എന്ന് പറഞ്ഞൊരു സസ്പെൻസ് നെയിമായിട്ട് വരും. ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറെ എന്ന സിനിമയുടെ ഈ ഒരു കൂട്ടായ്മ മാത്രമല്ല, പുറത്ത് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ പോലും ആ ഒരു ഗ്രൂപ്പിൽ ശരിക്കും എല്ലാവരും ആക്റ്റീവ് ആക്കുന്ന തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രണ്ട് പേരാണ് നമ്മുടെ സിന്ധു ആൻഡ് നസ മെഹറിൻ. അപ്പോൾ ഇവർ പക്ഷേ ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ആ സിനിമയിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്താണ്, അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരുന്നത് അതും റഫീഖ് എന്നെ വിളിച്ച്, അപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഫിലിം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പം പിന്നെ ഒരുപാട് നാട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവിക്കുന്നത്, അമ്മമാരും പെങ്ങന്മാരും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പിന്നെ കഥയാണ്. എന്ന് വെച്ചാൽ എല്ലാ മക്കളെയും പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ വിടുന്ന്, അവിടുന്ന് ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളെല്ലാം പിന്നെ ഇതായി വരുന്നു. അങ്ങനെയുള്ള കുറേ സമൂഹത്തിൽ കുറേ ആൾക്കാരെ എന്താ പറയുക കൊല്ലാനും ഇതിനെല്ലാം ഒരു പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ നസ മെഹ്റിൻ നമ്മുടെ യൂസഫ് ഖായുടെ മകളാണ്. വാപ്പയും മകളും ഒരു സിനിമയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നസ കുട്ടിയുടെ ഈ ഒരു സിനിമയിലുള്ള അഭിനയം എന്തായിരുന്നു, അല്ലെങ്കിൽ അതിലൊരു ക്യാരക്ടർ എന്തായിരുന്നു, എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ ഡൊമിനിക്കിൻ്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ പാപ്പയും ഉണ്ട്. അപ്പോൾ
കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. വാപ്പയും മോളും കൂടെ തന്നെ ഒരു സ്ക്രീനിൽ ഒരേ സീനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ വന്നില്ല. വേറെ വേറെ ആയിരുന്നു. വേറെ വേറെ. അപ്പോൾ വാപ്പ പഠിപ്പിച്ചു തരുമായിരുന്നു മോളോട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നോ? ഉപ്പാക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കില്ല. വാപ്പാക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കില്ലായിരുന്നല്ലേ? മിടിക്കും എന്തായാലും. സോ അസ്ലം, എന്തായിരുന്നു ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് റിയൽ ആയിട്ട് ഇതിങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഫ്രണ്ട്സിൽ നിന്ന്? റിയലായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഡ്രഗ്സിൽ അടിമപ്പെട്ട ഒരു പയ്യനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ ഇതില് കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാനല്ല, ഞാൻ ആദ്യം കുറച്ചുണ്ട് അവസാനം കുറച്ചുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് അതിൽ. അപ്പം ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ട് കോളേജിൽ ചെന്നിട്ട് ഡ്രഗ്സിന് അഡിക്റ്റ് ആയി ആ പയ്യന്മാർക്ക് ഇടപെട്ട് അവരായിട്ട് ഡ്രഗ്സ് തന്ന അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൂടെ ഒരു മെസ്സേജ് സമൂഹത്തിൽ എത്തിക്കാൻ പറ്റുന്നതിലൊരു സന്തോഷമുണ്ട്. അതിപ്പോൾ ഈ ഒരു ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യണമെന്നുള്ളത് എങ്ങനെയാണ് അസ്ലത്തിന് മനസ്സിലായത്? അത് നേരിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അത് മറ്റു സിനിമകൾ കണ്ട് മനസ്സിലാക്കിയതാണോ അല്ലെങ്കിൽ തനിയെ തൻ്റെ കയ്യിൽ നിന്നിട്ട് തന്നെ അങ്ങനെ ചെയ്തതാണോ? കഴിഞ്ഞിട്ട് ചെയ്ത ഇപ്പൊ ഓൾറെഡി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നതാണല്ലോ. വാർത്തയിലൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ കാണുന്നതല്ലേ. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ചെയ്യണം തോന്നി ഇങ്ങനെ ഷാഹിദ് കൂടെ ചെയ്തതാണ്. ഷാഹിദ് കൂടെ 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതോടുകൂടി 2 സിനിമ 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കൂടെ അസ്ലത്തിനുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മൾ വേറെ സിനിമയുടെ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരൊക്കെ നാട്ടിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കാനുള്ള റഫീഖാരുടെ അടുത്ത്, നമ്മുടെ കഥാകൃത്തിൻ്റെ അടുത്താണ്. ഈ ഒരു സിനിമ ഫാമിലി ഓറിയൻറ്റഡ് ആണോ? ഫാമിലിക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണോ? നമ്മുടെ വേര് എന്ന ചെറിയൊരു കൊച്ചു സിനിമ ഫാമിലിക്ക് എന്തായാലും മസ്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഫാമിലിക്ക് ഒരുപാട് സന്ദേശങ്ങൾ ഇതിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഫാമിലിക്ക് ധൈര്യമായിട്ട് ഇത് കാണാൻ പറ്റുന്ന ഫിലിമായിട്ട് ഞങ്ങൾ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ചെറിയ കുട്ടികൾ ഇപ്പോൾ ഈ ലഹരിക്ക് അടിമയാകുന്നുണ്ട്. അതാണ് ഈ സിനിമൻ്റെ ത്രൂ ഔട്ടായിട്ട് അതാണ് ബന്ധപ്പെട്ട് പോകുന്നത്. MDMA, മയക്കുമരുന്ന്, കഞ്ചാവ്, സിഗരറ്റ് എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്, മദ്യം എല്ലാം ഉണ്ട്. റഫീഖിൻ്റെ കഥയിലെല്ലാം ഉണ്ട്. ഇതിന് ബന്ധപ്പെട്ട് പോകുന്ന കഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസ് കാണാൻ പറ്റിയ പടം തന്നെയാണ്. ഓരോ വ്യക്തിയും അത് കഴിഞ്ഞ് ഫാമിലിയും പിന്നെ അതിന് സമൂഹത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഈ ഒരു അപകടം ഫാമിലിനെ എഫക്റ്റ് ചെയ്യും. ഫാമിലിനെ എഫക്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ സമൂഹമായാലും ഫാമിലി ആയാലും ഇൻഡിവിജ്വൽ ആയാലും എല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മയക്കുമരുന്ന് എന്ന് പറയുന്ന സംഭവം ഏതൊരു വ്യക്തിയെയും എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. വ്യക്തിയെ എഫക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഫാമിലി എഫക്റ്റ് ചെയ്യും. ഫാമിലി എഫക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ സമൂഹമായാലും ഫാമിലി ആയാലും ഇൻഡിവിജ്വൽ ആയാലും എല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് വേര്, അല്ലേ? ഈ പടം വിജയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിജയിക്കുന്ന വിശ്വാസമാണ്. ഇപ്പോൾ റഫീഖ് ആയാലും ഇതിൽ കൂടെ നിൽക്കുന്ന എല്ലാവരും ആ പ്രതീക്ഷയോടെ നിൽക്കുന്നത്. പിന്നെ വിജയിക്കില്ല എന്നുള്ളത് നാട്ടുകാരാണ് പറയേണ്ടത്, ഇത് കണ്ടിട്ട് ജനങ്ങളാണ് പറയേണ്ടത്. സമൂഹത്തിൽ നല്ലൊരു മെസ്സേജാണ് റഫീഖ് കൊണ്ടുവന്ന ഈ കഥ. നല്ല മെസ്സേജ് ആയതുകൊണ്ടാണ് ഞങ്ങളൊരു OTT ലെവലിൽ ഇറക്കാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജൂലൈ 10 ഇത് റിലീസാവാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ജനങ്ങൾ ഏറ്റെടുക്കും. അത് നല്ല മെസ്സേജ് ആയതുകൊണ്ട് ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസം കൂടി ഞങ്ങൾ നിൽക്കുക. ഈ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ സ്ഥല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് പേര് ആർട്ടിസ്റ്റിൻ്റെ ഈ ഒരു വേര് എന്ന മൂവിയുടെ ആർട്ടിസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട് എന്താ സംഭവം. നിങ്ങൾ എല്ലാവരും തന്നെ വാച്ച് ചെയ്യുക. തീർച്ചയായിട്ടും വലിയൊരു മെസ്സേജ് പാസ് ചെയ്യുന്നിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ആർട്ടിസ്റ്റ് അല്ലാതെ വേറെ ഒരുപാട് ആർട്ടിസ്റ്റ് ഇതിന് ഒരുപാട് വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആർട്ടിസ്റ്റിനെ കുറിച്ച് എന്താണ് ഷാഹിദിന് പറയാനുള്ളത്? ഇത്ര പേര് മാത്രമല്ല, ഒരുപാട് പേര് ഖത്തറിലുള്ളവരുണ്ട്. ഇതിൽ അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേര്. മുബാറക് പാങ്ങോട് എന്ന് പറയും, ഖത്തറിലൊരു ബ്ലോഗറാണ്. അവനാണ് ഇതിൻ്റെ ഒരു മെയിൻ തൂണായിട്ട്. പിന്നെ അൻവർ എരുമപ്പെട്ടി എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അതുപോലെ മഹമ്മൂദ് കല്ലിക്കണ്ടി, റമീസ്, പിന്നെ ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പോൾ വേറെ കുറേ ലേഡീസൊക്കെ ഇതിലുണ്ട്. ബാക്കിലൊക്കെ റഫീഖാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ നാട്ടിലായാലും രേണുസുതി ആയാലും പെരേര ആയാലും അതുപോലെ ആറട്ടണനായാലും അതുപോലെ കാർമേൻ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുണ്ട് ബന്ധപ്പെട്ട് നിൽക്കണം. ഇവരാണല്ലോ ലാസ്റ്റ് ആറട്ടണനൊക്കെ ആണെങ്കിൽ ഒരു പേയ്മെൻറ്റ് വാങ്ങാതെ വന്നതാണ്. ഒരു പടത്തിലൊക്കെ അഭിനയിക്കണം 15 ഉറുപ്പിയാണ് അവൻ്റെ പേയ്മെൻറ്റ് ഞാൻ അറിഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വർക്കാണെന്ന് പറഞ്ഞ സമയത്ത് സാമ്പത്തിക പ്രൊഡ്യൂസറല്ല പറഞ്ഞല്ലോ 3 ലക്ഷം കൊണ്ടാണ് പടം ചെയ്യണത്. നിങ്ങൾ ബാഹുബലി പ്രതീക്ഷിച്ച് വന്നിട്ട് അതൊന്നും ഇത് കിട്ടൂല ഉള്ള കാര്യങ്ങൾ ഞാൻ റഫീഖ് ആദ്യം പറയുന്നുണ്ട്. ബാഹുബലി വന്ന് പ്രതീക്ഷിച്ച് വന്ന് ഇരുന്ന് കാണണ്ട. സാധാരണ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു 2 മണിക്കൂർ തികച്ചിരുന്ന് ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ സംഭവം അത്രേ ഉള്ളൂ. അതിട്ട് പേയ്മെൻറ്റും അതുപോലെ ആർട്ടിസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ ചോദിച്ച മാതിരി സോഷ്യൽ മീഡിയയിലെ കോമാളിത്തരം കാട്ടുന്ന ആളുകൾ എന്തിനു കൊണ്ടുവന്നു എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. റഫീഖും ഞാനും കൂടി 2 ദിവസം മുന്നേ ദോഹയിലെ പരിപാടി താജുഖാനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല ഓക്കെ അല്ല അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ല ഞങ്ങൾ ദോഹയിൽ പ്രോഗ്രാമിന് താജുഖാൻ്റെ പ്രോഗ്രാമിന് പോയ സമയത്ത് റഫീഖിനോടാണ് ചോദിച്ചത് എന്താണ് അലിൻ ജോസിനൊക്കെ എന്തിനു വിളിച്ച് വരുത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് 2-3 വാക്ക് പറഞ്ഞു. ഇവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പലിൻ ജോസ് ആയാലും ആറട്ടനായാലും രേണുസുതി ആയാലും പ്രജേഷ് പാലക്കാടായാലും ഞങ്ങൾക്ക് ആർട്ടിസ്റ്റാണ്. ഇവരൊക്കെ ഞങ്ങൾ ആർട്ടിസ്റ്റാണ്. ഒരു പുതുമുഖ ആയാലും കുറേ റീടേക്ക് എടുത്തവരുണ്ട്.
ഒറ്റ ടൈക്കിൽ ശരിയാണ് ഇവളുണ്ട്, റിമി ഉണ്ട്, അതുപോലെ ഞങ്ങൾ MLA റാഫിക്ക ഉണ്ട്. ഇവരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അൻവർ ഇനപ്പെട്ടി, മുബാർക്ക് പാങ്ങോട്, ഇവരൊക്കെ ഒറ്റ ടൈക്ക് ശരിയാവും. റീടേക്ക് എടുത്ത ആൾക്കാർ ഇതിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമ പൂർത്തിയാക്കുക ഇത് ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഖത്തറിലും നാട്ടിലായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നൗഫലെ, നമ്മൾ കുറേ നേരം സംസാരിച്ചു, ഇതിൻ്റെ കഥാകൃത്തും ഡയറക്ടറും ഇതിൻ്റെ അഭിനേതാക്കളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിനുള്ള പൈസ, ഇതിനുള്ള ആ ഒരു ബഡ്ജറ്റ് ആരിറക്കും എന്നുള്ളതാണ്. കാരണം കോടികളാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചിലവഴിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു ഫിലിം, അതും ഇത്രയും വലിയൊരു മെസ്സേജ് പാസ് ചെയ്യുന്നൊരു ഫിലിം ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും ഒരു മിനിമം ബഡ്ജറ്റ് നമുക്ക് വേണം. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾ എങ്ങനെയാണ് സ്വരൂപിച്ചത്? ഈ ഫിലിമിൽ നമുക്ക് കോടികളൊന്നും വന്നിട്ടില്ലെങ്കിലും നമ്മൾ കുറച്ച് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് നമ്മൾ ഈ ഫിലിം എടുത്തത്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊക്കെ തന്നെ, പിന്നെ നമ്മളെ പേഴ്സണലി നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 സ്ഥാപനങ്ങൾ, ഗൾഫ് ഗേറ്റ് ആയിക്കോട്ടെ, പിന്നെ ഖത്തറിൽ തന്നെ ഒരു ഓൺലി കോഫി എന്ന് പറഞ്ഞ ഒരു കോഫി, അതുപോലെ ഒരു AC ഷോപ്പ്, അവരൊക്കെ നമ്മളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഫിലിമുമായിട്ട് ഇത് റിലീസ് ആവണം, ഇത് വിജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, ഇതിൽ തന്നെ അഭിനയിച്ച ഒരുപാട് ആൾക്കാർ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ ഇതിനുള്ള ഫണ്ടിൻ്റെ സോഴ്സ് കണ്ടെത്തിയത്. അത് ഞങ്ങൾക്ക് എന്തായാലും അത് ഒരു സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജിനായിട്ട് നമ്മൾ ഇറക്കുന്ന ഒരു ക്യാഷാണ്. എന്തായാലും ഒരു നല്ലതിലേക്ക് വേണ്ടി ചിലവാക്കുന്ന ക്യാഷ് ആയതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ക്യാഷ് തരാനും അതിന് സഹായിക്കാനും എല്ലാം നല്ല മനസ്സോടെ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. വേര് എന്നൊരു മൂവി ജൂലൈ 10 OTTയിൽ ഇറങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മെസ്സേജ് പാസ് ചെയ്യുന്നൊരു മൂവിയാണ്, എല്ലാവരും കാണുക. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു അണിയറ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സിനിമയുടെ സക്സസിന് ശേഷം അല്ലെങ്കിൽ സക്സസ് ആയോ ഇല്ലെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റൊരു മൂവി ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഖത്തറിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു പക്കാ രാഷ്ട്രീയമായിട്ടല്ല, പ്രവാസികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിന് ബന്ധപ്പെട്ട് ഒരു 15 മിനിറ്റ് ലെവലിൽ ഒരു ഷോർട്ട് ഫിലിം ഇറക്കാം എന്നാണ് റഫീഖിനെയാണ് അതിൻ്റെ കഥാകാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്.